ഏതാണ്ട് ഒരു പതിറ്റാണ്ടായി നമ്മുടെ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം. അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉത്രാടത്തിനും തിരുവോണത്തിനുമൊക്കെ സദ്യ നൽകുന്ന കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ ഇക്കുറിയുള്ളൊരു പ്രത്യേകത, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റായി ചിന്താ ജെറോം തന്നെ ഇപ്പോൾ സദ്യ അതിന് നേതൃത്വം നൽകുന്നു, സദ്യ വിളമ്പുന്നു. ഇതും ഒരു പുതിയ നിയോഗമാണ്. പഴയ നിയോഗമാണെങ്കിൽ വീണ്ടും അല്ല, എല്ലാ പ്രാവശ്യവും ഞങ്ങളിതുപോലെ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒപ്പമാണ്. ഓണ ദിവസം സദ്യയാണ്. ഇത്തവണ നമ്മുടെ എസ്എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശൂടുണ്ട്. ആദർശാണ് പച്ചടി വിളമ്പുന്നത്. അപ്പം കരുതലല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും നാട് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്നു എന്നുള്ളതാണ്. വലിയ സന്തോഷമാണ്. പൊതിച്ചോറ് വിളമ്പരുതെന്നായിരുന്നു ചിലരുടെ തിട്ടൂരം. അത് പക്ഷേ നടന്നില്ലല്ലോ. കേരളം അത് ബ്ലോക്ക് ചെയ്തല്ലോ. കേരളത്തിലെ ജനങ്ങൾ അത് ബ്ലോക്ക് ചെയ്തു. കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ അങ്ങനെ ഒരു തീരുമാനത്തെ അവർ ഒറ്റക്കെട്ടായി നിന്നത് തടഞ്ഞു എന്നുള്ളതാണ്. സജി, ഇത് ദില്ലിയിൽ നിന്ന് സമരവേദിയിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അനുഭവം? നല്ല അനുഭവമല്ലേ? ഇത് നമ്മുടെ കേരളത്തിൻ്റെ ദേശീയോത്സവമാണല്ലോ. അപ്പോൾ നമ്മുടെ ജനങ്ങളോടൊപ്പം ചേർന്ന് ഇപ്പം ആശുപത്രിയിലായതുകൊണ്ട് ആ ഓണാഘോഷത്തിനൊരു കുറവും ഇവിടുത്തെ രോഗികൾക്കോ കൂട്ടിരിപ്പുകാർക്കോ ഉണ്ടാവരുതെന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ 8ാമത്തെ വർഷമാണ് ഡിവൈഎഫ്ഐ ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ ഉത്സവത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഈ രാജ്യം ഇന്ന് ആവശ്യപ്പെടുന്ന മതനിരപേക്ഷതയുടെ മൂല്യങ്ങളുണ്ട്. ഓണം എന്ന് പറയുന്നത് ആ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതാണ്. അപ്പോൾ അതുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. മുമ്പ് ഇവിടെ ഇതുപോലെ ജില്ലാശുപത്രി വന്ന് കഴിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഇത് ആദ്യമായിട്ടാണ്. പൊതിച്ചോറ് വാങ്ങിയിട്ടുണ്ടോ? വാങ്ങിയിട്ടുണ്ട്. അത് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പൊതിച്ചോറ് അത് നമുക്ക് ഇവിടെ കിടക്കുന്ന രോഗികൾക്ക് നമുക്കതൊരു ആശ്വാസമാണ്. പിന്നെ ദൂരം നിന്ന് വരുന്നവർക്ക് ആയാലും ഒരുപത് കിട്ടുന്നത് വളരെ വളരെ സന്തോഷകരമായ കാര്യമാണ് അവർ നടത്തുന്നത്. നല്ല അഭിപ്രായം, നല്ല കാര്യം. അയാളെ തലയ്ക്ക് സുഖമില്ലാത്ത ആളാണ്. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് ഉച്ചയ്ക്ക് ഇത് കിട്ടുന്നത് നമ്മൾ വിശന്നിരിക്കുമ്പോൾ കിട്ടുന്ന വലിയൊരു പുണ്യകരം തന്നെ. ഒരു ഉമ്മ ഉണ്ട്. ഇന്ന് നബിദിനമാണ്, ഒപ്പം താണ്ട ഓണസദ്യ. ഞങ്ങളുടെ നബിദിനമായിരുന്നു. ഓണസദ്യ ഞാൻ ഓണസദ്യ ഇടണം വന്നേ ആശുപത്രിയിൽ നിന്ന്. സന്തോഷം. അപ്പോൾ ഇനിയുണ്ട്. ഇതിൽ നമുക്ക് അതിഥികൾ ധാരാളം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ അടുത്തും കൂടി ചോദിക്കണം. CPM-ൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി, അതുപോലെ സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കൂടി ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഈ അതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഇവരെ എല്ലാം കണ്ടിരുന്നു. സാറേ, ഒരു തിരുവോണ സദ്യ അല്ലെങ്കിൽ ഉത്തരാട സദ്യ DYFI ബന്ധപ്പെട്ട് ഹൃദയസ്പർശം പരിപാടി 10 വർഷക്കാലമായി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 61 സർക്കാർ ആശുപത്രികളിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വളരെ സ്നേഹത്തോടെ ഭക്ഷണം വിതരണം ചെയ്യുന്ന മഹത്തായ പരിപാടിയാണ്. എല്ലാ വർഷവും ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പോലെയാണ് ഞാൻ ഈ പ്രാവശ്യവും ഇവിടെ പങ്കെടുക്കുന്നത്. ഒരു മതേതരമായ ഒരു ഇതുകൂടി ഇവിടെ ഒരു ഹാർമണി കാണാനില്ലേ? തീർച്ചയായും. പ്രത്യേകിച്ച് ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനമാണ് ഓണസദ്യ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ. മറ്റേ സാധാരണ ഭക്ഷണപ്പൊതിയല്ലേ, അത് മാറ്റിയിട്ട് ഓണസദ്യ കൊടുക്കുക എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മതേതരമായിട്ടുള്ളൊരു ഏറ്റവും വലിയൊരു സംഭവം. ചിന്തയ്ക്ക് ജന്മം നൽകിയ അമ്മയാണ് ഇരിക്കുന്നത്. ചിന്ത ഇപ്പോൾ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റായി വന്നിരിക്കുന്നു, ഇതിന് നേതൃത്വം നൽകുകയാണ്. മമ്മിക്ക് എന്താ പറയാനുള്ളത്? വളരെ സന്തോഷം. ചിന്തയ്ക്ക് ഈ അണികളെ കണ്ടില്ല, അണികളുടെ സഹായം എല്ലാം ഉണ്ടാവണം. അതുപോലെ തന്നെ ചിന്തയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാനും കൊടുക്കുന്നത്. എനിക്കും സന്തോഷമാണ്, വളരെ സന്തോഷം തന്നെ. ഇത് 9ാമത്തെ വർഷമാണ് DYFIയുടെ ഈ തിരുവോണ സദ്യ. ഇതിൽ ഉത്തരാട സദ്യയായും തിരുവോണ സദ്യ ഒക്കെ നൽകി വരുന്നുണ്ട്. ഇതൊരു കരുതലാണ്. പൊതിച്ചോറ് നൽകരുത് എന്ന് പറഞ്ഞ് തിട്ടൂരമിട്ടവർക്കുള്ള മറുപടി വീണ്ടും തുടരുകയാണ്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.